ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. കരാറിന്റെ ചട്ടക്കൂട് രൂപീകരിച്ചതായി ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന. 2 ദിവസത്തെ മലേഷ്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്വാലാലംപൂരിലെത്തും. ഇസ്ലാമാബാദ് സ്ഫോടനത്തെ അപലപിച്ച് ഇന്ത്യ. പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ദൌർഭാഗ്യകരമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അഗ്നി 3 മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 3ാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് ഇന്ന് എറണാകുളത്ത് തുടക്കം. ഊർജ്ജ ഭാവിയുടെ ശാക്തീകരണം പ്രമേയം. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്നു മുതൽ. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് രൂപീകരിച്ചു. പരസ്പരം പ്രയോജനകരമായ വ്യാപാരം സംബന്ധിച്ച ഇടക്കാല കരാറിനുള്ള ചട്ടക്കൂടിലെത്തിയതായി ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. 2025 ഫെബ്രുവരി 13 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തുടക്കമിട്ട ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളുടെ ഫലമായാണ് നടപടി. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യ US വ്യാപാര കരാർ പ്രകാരം വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, ഉണക്കിയ ധാന്യങ്ങൾ, പഴങ്ങൾ, സോയാബീൻ എണ്ണ, വൈൻ, സ്പിരിറ്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ജൈവ വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ളവയ്ക്ക് അമേരിക്ക 18% തീരുവ ബാധകമാക്കും. ജനറിക് ഫാർമസ്യൂട്ടിക്കൽസ്, രത്നങ്ങൾ, വജ്രങ്ങൾ, വിമാനഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വസ്തുക്കളുടെ പരസ്പര തീരുവ ഒഴിവാക്കും. US ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ദീർഘകാലമായി നിലനിൽക്കുന്ന തീരുവ ഇതര തടസ്സങ്ങൾ പരിഹരിക്കാനും ഇന്ത്യ സമ്മതിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ $50,000 കോടി US ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങും. ഉഭയകക്ഷി വ്യാപാരത്തെ ബാധിക്കുന്ന തീരുവ ഇതര തടസ്സങ്ങൾ ഇരു രാജ്യങ്ങളും പരിഹരിക്കും. US മെഡിക്കൽ ഉപകരണങ്ങളുടെ വ്യാപാരത്തിന് ദീർഘകാലമായി നിലനിൽക്കുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ സമ്മതിച്ചു. US വിവര സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങളുടെ വിപണി പ്രവേശനം വൈകിപ്പിക്കുന്ന നിയന്ത്രിത ഇറക്കുമതി ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഇല്ലാതാക്കാനും ധാരണയായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ തുടർന്നും കുറയ്ക്കണമെന്ന അഭ്യർത്ഥന പരിഗണിക്കുമെന്ന് അമേരിക്ക ഉറപ്പു നൽകി. മാർഗരേഖയ്ക്ക് അനുസൃതമായി ഇടക്കാല കരാർ അന്തിമമാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ ഡിജിറ്റൽ ഫിൻടെക് മേഖലകൾ വികസിക്കുമ്പോൾ സ്ത്രീ പങ്കാളിത്തം കൂടുതൽ ഉണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ ബ്ലാക്ക് സ്വാൻ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. 57 കോടി ജൻധൻ അക്കൌണ്ടുകളിൽ 56% സ്ത്രീകൾക്കാണെന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ തെളിവാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ മലേഷ്യ സന്ദർശനത്തിനായി ഇന്ന് ക്വാലാലംപൂരിലെത്തും. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതുൾപ്പെടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. പരമ്പരാഗത മേഖലകൾക്കപ്പുറം സഹകരണം വികസിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതെന്ന് മലേഷ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ BN റെഡ്ഡി പറഞ്ഞു. വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, നവീന സാങ്കേതിക വിദ്യകൾ, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ പ്രധാന മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മലേഷ്യയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ആവേശം പകരും. ജനങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന വലിയ സാമൂഹിക പരിപാടി ക്വാലാലംപൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മലേഷ്യ ബന്ധങ്ങളിൽ വളർന്നുവരുന്ന അടുപ്പം പ്രകടമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും സംയുക്തമായി പരിപാടിയെ അഭിസംബോധന ചെയ്യും. പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങളിൽ ഒരുമിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്ര കൈമാറ്റവും നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തെ ഇന്ത്യ അപലപിച്ചു. പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ദൌർഭാഗ്യകരമാണെന്നും ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആഭ്യന്തര സുരക്ഷ, വികസനം തുടങ്ങിയവ അവലോകനം ചെയ്യുന്ന അദ്ദേഹം വിവിധ സാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കും. റായ്പൂരിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ശ്രീ അമിത്ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഛത്തീസ്ഗഡ് @25 ദേശീയ കോൺക്ലേവിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. അഗ്നി 3 ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന് കീഴിലാണ് പരീക്ഷണം നടത്തിയത്. DRDO വികസിപ്പിച്ച മധ്യദൂര മിസൈലായ അഗ്നി 3ന്റെ ദൂരപരിധി 3000 കിലോമീറ്ററിന് മുകളിലാണ്.
പരീക്ഷണത്തിലൂടെ മിസൈലിന്റെ പ്രവർത്തന സാങ്കേതിക ഘടകങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മേഘാലയയിൽ ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിലെ താങ്സ്കോ മേഖലയിൽ അനധികൃത കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. ഇതിൽ 17 പേരെ തിരിച്ചറിയുകയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുകയും ചെയ്തു. സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഇന്നലെ രാത്രി വൈകിയും തെരച്ചിൽ തുടർന്നു. സംഭവത്തിൽ ഇതുവരെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉത്തർപ്രദേശിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്മേലുള്ള അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 6 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി. ഇതിലൂടെ വോട്ടർമാർക്ക് അവരുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനും തിരുത്തലുകൾക്കും പേരുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഉറപ്പാക്കാനും അധിക സമയം ലഭിക്കും. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിൽ 20 ടീമുകൾ പങ്കെടുക്കും. ഇന്ന് രാവിലെ 11-ന് കൊളംബോയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാൻ നെതർലൻഡ്സിനെ നേരിടും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യ-US മത്സരം രാത്രി 7-ന് നടക്കും. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിന് തകർത്താണ് ഇന്ത്യ 6ാം തവണയും ലോകകപ്പ് സ്വന്തമാക്കിയത്. ഒരു റിപ്പോർട്ട്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 175 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയുടെ കരുത്തിൽ 50 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 411 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 311 റൺസിന് എല്ലാവരും പുറത്തായി. അണ്ടർ-19 ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഇത്. വൈഭവ് സൂര്യവംശിയാണ് കളിയിലെയും പരമ്പരയിലെയും താരം. അണ്ടർ-19 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപതി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 3ാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. 3 ദിവസത്തെ മേള മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ ഭാവിയുടെ ശാക്തീകരണം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഗ്രീൻ എക്സ്പോ, ചർച്ചകൾ, എനർജി ക്ലബ്, സംസ്ഥാനതല മത്സരങ്ങൾ എന്നിവ മേളയോടനുബന്ധിച്ച് നടക്കും. ആരോഗ്യവകുപ്പിന്റെ അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടും. 617 കോടി രൂപ ചെലവിലാണ് രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു സംരംഭം ഒരുക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിന് സമഗ്ര മാറ്റം വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടികൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഫെസ്റ്റിവൽ കൺട്രോൾ ഓഫീസ് ഏപ്രിൽ മാസത്തിൽ പമ്പയിൽ പ്രവർത്തനം ആരംഭിക്കും. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മാത്രമായി പ്രത്യേക ബജറ്റ് തയ്യാറാക്കാനും തീരുമാനിച്ചു. 131ാമത് മാരാമൺ കൺവെൻഷന് നാളെ പത്തനംതിട്ട ജില്ലയിൽ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് 2:30-ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 8 നാൾ നീളുന്ന കൺവെൻഷൻ ഈ മാസം 15-ന് സമാപിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം സർവീസസിനെ നേരിടും. നാളെ അസമിലാണ് കലാശപ്പോരാട്ടം. പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗം തിങ്കളാഴ്ച. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാവിലെ 10 മണി മുതൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാകും. 2 ദിവസത്തെ സന്ദർശനത്തിന് ജമ്മു കശ്മീരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നലെ കഥുവ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശമായ ഹിരാനഗർ സെക്ടർ സന്ദർശിച്ചു. അതിർത്തി സുരക്ഷാ സേന ഉദ്യോഗസ്ഥർക്കായി വിവിധ ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച അദ്ദേഹം ഹിരാനഗർ സെക്ടറിലെ ഗുർനാം, ബോബിയാൻ എന്നീ അതിർത്തി ഔട്ട്പോസ്റ്റുകൾ സന്ദർശിച്ചു. BSF ഉദ്യോഗസ്ഥരുമായി അതിർത്തിയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. കരാറിന്റെ ചട്ടക്കൂട് രൂപീകരിച്ചതായി ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന. 2 ദിവസത്തെ മലേഷ്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്വാലാലംപൂരിലെത്തും. ഇസ്ലാമാബാദ് സ്ഫോടനത്തെ അപലപിച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ദൌർഭാഗ്യകരമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അഗ്നി 3 മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 3ാമത് രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് ഇന്ന് എറണാകുളത്ത് തുടക്കം. ഊർജ്ജ ഭാവിയുടെ ശാക്തീകരണം പ്രമേയം. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്നു മുതൽ. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.